രാഗിണി പരമാവധി ശിക്ഷയാണ്. പരമാവധി ശിക്ഷ, ബലാത്സംഗ കുറ്റത്തിന് പരമാവധി ശിക്ഷ, അതായത് ജീവപര്യന്തം ഈ കുറ്റവാളികൾക്ക് നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പരമാവധി ശിക്ഷ എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. ആദ്യം പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടു. ഇപ്പോൾ ശിക്ഷാവിധിയിന്മേൽ പ്രോസിക്യൂഷന്റെ വാദമാണ്. ശിക്ഷാവിധിയിന്മേലുള്ള പ്രോസിക്യൂഷന്റെ വാദത്തിൽ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ആ ആവശ്യത്തിന് മേൽ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുകയാണ്. കോടതി വിധി പ്രസ്താവം അല്പസമയത്തിനകം ഉണ്ടാകും. 6 പ്രതികളും ശിക്ഷാ ഇളവ് യാചിച്ചു. ജീവപര്യന്തം കഠിന തടവ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതികളെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കണം. അതായത് ബലാത്സംഗം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ബലാത്സംഗം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കുറ്റകൃത്യത്തിനുള്ള പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ജീവപര്യന്തം കഠിന തടവ് ഈ പ്രതികൾക്ക് കിട്ടുമോ? ജീവപര്യന്തം കഠിന തടവ് ഈ പ്രതികൾക്ക് കിട്ടുമോ? ഇളവുകളില്ലാത്ത ജീവപര്യന്തം, അതായത് ഇതൊക്കെ ഇളവുകളില്ലാത്ത പരമാവധി ശിക്ഷ, ഇളവുകളില്ലാത്ത ജീവപര്യന്തം, അതായത് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞ്, ഒരു നിശ്ചിത വർഷം കഴിഞ്ഞ് മോചിതരാവുന്ന മട്ടിലുള്ള ജീവപര്യന്തമാകരുത്. ഇളവുകളില്ലാത്ത ജീവപര്യന്തം ഈ പ്രതികൾക്ക് നൽകണം. പൾസർ സുനിയെ പോലെയുള്ള ക്രിമിനലുകളെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോടതി എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായ വാദം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് രാജകുമാർ ആണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ കേസിലെ. രാഗൻ തുടരുന്നുണ്ട്. രാഗൻ, ജീവപര്യന്തം കഠിന തടവാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. പ്രതീക്ഷിച്ചതാണല്ലോ. തീർച്ചയായും, അതായത് പ്രോസിക്യൂഷൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നതാണ്. ഈ 6 പ്രതികൾക്കും എതിരെ, അതായത് ഈ കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന വകുപ്പ് സ്റ്റാൻഡ് ചെയ്യുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ വകുപ്പിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പരമാവധി ശിക്ഷ അത് ജീവപര്യന്തം, ഇളവുകളില്ലാത്ത ജീവപര്യന്തം വേണം എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികൾ നേരത്തെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിൽ ആരുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇളവ് വേണമെന്ന വാദഗതികളാണ് മുന്നോട്ട് വെച്ചത്.